കായംകുളം സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ എ 421 വാർഷിക പൊതുയോഗം നടത്തി. പ്രസിഡന്റ് കെ ഹരികുമാർ അധ്യക്ഷനായി. കായംകുളം സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ എ 421 വാർഷിക പൊതുയോഗം വിവിധ പരിപാടികളോടെ നടന്നു. 2023-2024, 2024-2025 വർഷത്തെ വാർഷിക റിപ്പോർട്ടും കണക്കും ഒപ്പം 2026-2027 വർഷത്തെ ബജറ്റും യോഗത്തിൽ അവതരിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ ഹരികുമാറിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഈ ബാങ്ക് എന്ന് പറയുമ്പോൾ ഈ ഭരണസമിതി എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രീയം. അത് കഴിഞ്ഞവർ രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പം നമ്മുടെ കോൺഗ്രസിൻ്റെ ഉണ്ട്, BJPയുടെ ഉണ്ട്, ഏകദേശം 84ഓളം ബാങ്കുകളുണ്ട്, ബാക്കിയുള്ള ബാങ്കുകളുണ്ട്. ഇതൊന്നും നാശത്തിൻ്റെ വക്കിലല്ല, ഒന്നിനൊന്ന് പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബാങ്കുകളാണ്. പക്ഷെ അതിനൊരു പേരുദോഷം എന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്ക് അതൊരു ഓരോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണോ എന്താണെന്നറിയില്ല, 1-2 ബാങ്കുകൾ എവിടെയെങ്കിലും പറ്റും. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അങ്ങനെയുള്ള ബാങ്കുകളേ ഇല്ല. ആകപ്പാടുള്ളത് ഒരു 3 ബാങ്ക് എങ്ങാണ്ടാണ് കേട്ടിട്ടുള്ളത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ കാര്യം ചെയ്യുന്ന എല്ലാവരും കൂട്ടായിട്ടൊരു തീരുമാനം തുടങ്ങിയാൽ എങ്ങനെ അഴിമതിയുള്ള ബാങ്കുകളില്ല, സഹകരണ ബാങ്കുകളൊന്നും അങ്ങനെയില്ല. അപ്പോൾ ആ പേരിലൊന്നും നമ്മൾ അത് എന്നിട്ട് പോലും ചില ആൾക്കാർ അങ്ങ് ഡെപ്പോസിറ്റ് പിൻവലിക്കുകയാണ്. അതിപ്പോൾ ഇല്ല, ഇപ്പം അത് നമ്മൾ വീണ്ടും കൂടി വരും. നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പത്മൻ സാറ് പറഞ്ഞില്ലേ, നമ്മളിലെ സിനിമയിലൊക്കെ പറയുന്ന 300 കോടി 100 കോടി ക്ലബിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. അത് ശക്തമായ നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇനിയും കൂടുതൽ ഊർജത്തോടുകൂടി നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളെന്ന് പറഞ്ഞാൽ വിമർശനങ്ങളും പ്രദേശത്തെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കുറേ കൂടെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ഒരു ഉറപ്പും ഞാൻ തരുന്നു. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റായ പ്രവണതകൾ ചില സംഘങ്ങളിൽ ഉണ്ടാകുന്ന ദുഃഖകരമാണ്. ഇത്തരം ഒറ്റപ്പെട്ട തെറ്റായ പ്രവണതകളെ ഉയർത്തി സഹകരണ മേഖലയെ ആകെ കുഴപ്പമാണെന്ന് വരുത്തുവാനുള്ള ബോധപൂർവമായ പ്രചരണത്തെ നേരിടേണ്ടതുണ്ട്. ആരോഗ്യകരമായ സഹകരണം നിലനിൽക്കേണ്ടത് നമ്മുടെ നാടിന് സാധാരണ ജനങ്ങൾക്കും ആവശ്യമാണ്. നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തനം ജനാധിപത്യപരവും സുതാര്യവും അഴിമതിരഹിതവുമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വായ്പക്കാരുടെയും നിക്ഷേപകരുടെയും താല്പര്യങ്ങളും ആവശ്യവും പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടാണ് ഭരണസമിതിയും ജീവനക്കാരും പ്രവർത്തിക്കുന്നത്. നിക്ഷേപകരുടെ ഡിപ്പോസിറ്റിന് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ പ്രാവശ്യം നമുക്ക് ഏതാണ്ട് 1,94,00,000 രൂപയിലധികം ലാഭം ഉണ്ടാക്കാൻ കഴിയും. കഴിഞ്ഞ വർഷത്തെ നഷ്ടം കുറച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ 1 കോടി എന്നുള്ളത് വന്നത്. ഇപ്പോൾ രാജചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറയുമായിരുന്നു, അപ്പം നമുക്ക് കിട്ടുന്ന പണമെല്ലാം വീതിയും വെക്കാനൊന്നും കഴിയില്ല. പൊതുനന്മ ഫണ്ടിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും ഒക്കെ തന്നെ കൃത്യമായി അടച്ചുകൊണ്ടാണ് ഒരു സമൂഹത്തെ നമ്മൾ പരിരക്ഷിക്കുന്നത്. നമ്മുടെ കിട്ടുന്ന പണം ഇവിടെ കൃത്യമായി ഉപയോഗിച്ച് ഈ സമൂഹത്തിൽ തന്നെ വിതരണം ചെയ്യുന്ന ക്രമീകരണം വരുത്തുന്ന ഒരു സംവിധാനമാണ് സഹകരണ സംഘം. അതുകൊണ്ടാണ് ആ പണം അങ്ങനെ വിനിയോഗിക്കപ്പെടുക. നമുക്കിതിൻ്റെ ആസ്തി മുഴുവൻ ഇങ്ങനെ കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ്. ഈശ്വര പ്രാർത്ഥന, അനുശോചനം, കാര്യപരിപാടികൾ, പ്രവർത്തന റിപ്പോർട്ട് അവതരണം, വരവ് ചെലവ് കണക്ക് അവതരണം, ക്യാഷ് അവാർഡ്, എൻഡോമെന്റ് വിതരണം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി നടന്നു. അംഗങ്ങളായ S. ജയദേവൻപിള്ള, M. B. രാമഭദ്രൻ, ഓച്ചിറചന്ദ്രൻ, S. ബിനു, S. രാധാകൃഷ്ണ മേനോൻ, M. അബ്ദുൾ റഹീം, S. സ്വപ്ന, M. രാകേഷ്, വിനീത എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.